സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദി അറബ് ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ ഡിസ്കഷനായിട്ട് എടുക്കുന്നത്. ഈ ലേഖനത്തിൽ അവർ കൈകാര്യം ചെയ്തിട്ടുള്ള ടൈറ്റിൽ വേർ ഡിഡ് അറബ് സപ്പോർട്ടേഴ്സ് ഓഫ് ഇറാൻ ഡിസപ്പിയർ? അറബ് മേഖലയിലെ ഇറാന്റെ സപ്പോർട്ടേഴ്സൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നാണ് ഈ ആർട്ടിക്കിളിലെ പ്രധാന വിഷയം. അപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളിൽ ലെബനോൺ ഹിസ്ബുള്ളയോട് ആയുധം വെച്ച് കീഴടങ്ങാൻ ലെബനോൺ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഹിസ്ബുള്ള എന്നുള്ളത് ഇറാന്റെ മാനസപുത്രനാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇറാന്റെ വിദേശകാര്യമന്ത്രി അരാക്ചി നേരിട്ട് ലെബനോണിൽ പോയി ലെബനോൺ ഗവൺമെന്റുമായി സംസാരിച്ചു. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. കൂടാതെ ഖമനയുടേതെന്ന് പറഞ്ഞുകൊണ്ടൊരു എഴുത്ത് കൈമാറി. അപ്പൊ പഴയ ഒരു നിലയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇറാന്റെ പ്രസിഡന്റ് ലെബനോൺ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഇളക്കി വിട്ടിട്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും അടങ്ങുന്ന ആളുകൾ സ്ട്രീറ്റുകളിൽ ഇറങ്ങി പ്രകടനം നടത്തും. ഇറാൻ അനുകൂല പ്രകടനം, അറബ് ശക്തി പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകടനങ്ങൾ നടത്തും. ഇറാന്റെ ഈ അരാക്സിയെ പോലത്തെ ആളുകൾ ലെബനോണിലെത്തുകയാണ്. ഇത്തവണ ഈ ആർട്ടിക്കിൾ പറയുന്നത് ഒരു 10 മോട്ടോർ സൈക്കിൾ അടങ്ങുന്ന ഒരു സംഘം മാത്രമാണ് ഇത്തവണ പ്രകടനം നടത്താനുണ്ടായിരുന്നത്. അവിടുത്തെ ആളുകൾക്കൊക്കെ ഇറാനോട് പരമപുച്ഛമായി പോയി എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ആരാധകരൊക്കെ കാണാനില്ലാതായി പോയി, ഡിസപ്പിയർ ചെയ്തു പോയി. ഒരു നിമിഷം കൊണ്ട് ഹിസ്ബുള്ളയോട് ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ലെബനോണിലുള്ള ഒരു തീവ്രവാദികളോട് നിരന്തരമായി അനുഭാവം കാണിച്ചിരുന്ന ഒരു വിഭാഗത്തിനും ഇപ്പോൾ അവരോട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഒരു പ്രകടനത്തിന് വഴിയിറങ്ങാൻ പോലും ആളില്ല എന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവർ പറയുന്നത് 1967 ഈജിപ്തിൽ അന്ന് പ്രസിഡന്റായിരുന്ന നാസറിന് സംഭവിച്ച അതേ കാര്യമാണ് ഇവിടെ ഇറാനും സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഖമനയ്ക്ക് സംഭവിക്കുന്നതാണ് പറയുന്നത്. നാസർ എന്ന് പറയുന്നത് അറബ് ലോകത്ത് എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവാണ് നാസർ. അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്നു. 1952 രാജഭരണത്തിൽ നിന്ന് ഈജിപ്തിനെ മോചിപ്പിക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് നാസർ. പിന്നീട് 1956 അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റായി തീരുകയും അദ്ദേഹം പ്രസിഡന്റായ വർഷം തന്നെ സൂയസ് കനാൽ യൂറോപ്യൻ ശക്തികളോട് മത്സരിച്ച് ദേശസാൽക്കരിക്കുകയും ചെയ്തു. അതിന്റെ പേരിലാണ് സൂയസ് വാർ ഉണ്ടാവുന്നതും ബ്രിട്ടനും ഫ്രാൻസും ഈജിപ്തുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതും. സെക്കൻഡ് വേൾഡ് വാറിലെ ലീഡിംഗ് നേഷൻസ് ആണ് ബ്രിട്ടൻ, ഫ്രാൻസ് എന്ന് ഓർക്കണം. ഈ രണ്ട് രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള തന്റെ ഇടം കാണിച്ച നേതാവാണ് നാസർ. അതിലാണ് പിന്നെ ഇസ്രായേല് ഈ ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സെനേറിയോയിലേക്ക് കൂടുതൽ ശക്തമായി കടന്നു വരുന്നതൊക്കെ ഈ സൂയസ് വാറിലാണ്. അപ്പൊ അതിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത് ഇസ്രായേലാണ്. എങ്കിൽ പോലും അത്രയും ഒരു തന്റേടം കാണിച്ച ആ നാസർ അറബ് ലോകത്തിലെ വലിയ ധീരപുരുഷനായിരുന്നു. യൂറോപ്യൻ ശക്തികളോട് ഏറ്റുമുട്ടാൻ മാത്രമുള്ള മനക്കരുത്തുള്ള വീര്യമുള്ള നേതാവ് എന്ന നിലയ്ക്ക് നാസറിന്റെ ഓരോ വാക്കുകൾക്കും വേണ്ടി അറബ് ലോകം കാതോത്തിരുന്നു. നാസറിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അറബ് രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ തെരുവിലിറങ്ങി പ്രകടനം നടത്തിയിരുന്നു, ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു, അറബ് രക്തത്തെ പ്രതി അഭിമാനം കൊണ്ടിരുന്നു. ഇതേ നാസർ 1967 ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയും, അങ്ങോട്ടാണ് നാസർ യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധത്തിൽ 4 ദിവസം കൊണ്ട് ഇസ്രായേൽ ചവിട്ടി ഒതുക്കി മൂലയ്ക്കാക്കി 7-ാം ദിവസം ഈജിപ്ത് സാഷ്ടാംഗം കീഴടങ്ങുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുണ്ട്. അത് കഴിഞ്ഞ് നാസറിനെ അറബ് ലോകം ശ്രദ്ധിക്കാതെ നാസറിന് വേണ്ടി ഈജിപ്തിൽ പോലും തെരുവിലിറങ്ങാൻ 10 പേരെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് മനപ്രയാസരാണെന്ന് പറയുന്നു. വളരെ ചെറുപ്രായത്തിൽ 52-ാമത്തെ വയസ്സിൽ 1972 അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അനുവർ സാദത്ത് വന്ന കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ നാസറിന് സംഭവിച്ച ഒരു സംഗതി, അതായത് മല്ലയുദ്ധത്തിൽ തോറ്റ ബോക്സറിനെ ലോകത്തിന് വേണ്ട, അതായത് ഒരു പോരാളി എന്ന നിലയിൽ ആരാധിക്കപ്പെടുന്ന ആളുകള് പോരിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആരും അവരെ തിരിഞ്ഞു നോക്കുകയില്ല. അവർക്ക് ഒരു സ്ട്രീറ്റ് ഡോഗിന്റെ വില പോലും ആരും കൽപ്പിക്കുകയില്ല എന്നാണ് ഈ ലേഖനം പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേലുമായുള്ള ഈ കഴിഞ്ഞ ജൂണിലുണ്ടായ യുദ്ധത്തിൽ നിറയെ അടി വാങ്ങിയ ഇറാൻ, തോറ്റ അമ്പിയ ഇറാൻ അറബ് ലോകത്ത് വെറും ഒരു ഒരു ഈർക്കിലിയായി മാറിപ്പോയി എന്നാണ് ഈ ലേഖനം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബ് ലോകത്തില് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. ഇത് ഇറാന് നല്ല ബോധ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരച്ചു ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇറാനിലെ യാഹ്യ റഹീം സഫാവി എന്ന് പറയുന്ന ഒരു ആള്, അദ്ദേഹം IRGCയുടെ മുൻ കമാൻഡറാണ്. IRGC എന്ന് പറഞ്ഞാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവിടുത്തെ എലൈറ്റ് ഫോഴ്സ്, ഖമനയുടെ സ്വന്തം പട്ടാളം,
അറബ് തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ IRGCയെ കുറിച്ച് എന്നും ഇങ്ങനെ പറഞ്ഞ് കോൾമേൽ കൊള്ളാറുണ്ടല്ലോ. ആ IRGCയുടെ ഫോർമർ കമാൻഡറായിട്ടുള്ള യാഹ്യ റഹീം സഭാവി പറയുന്നത് ഇനിയും ഒരു യുദ്ധം കൂടി ഇസ്രായേലുമായിട്ടുണ്ടാവും. അപ്പം യുദ്ധം കഴിഞ്ഞിട്ടില്ല. അനദർ വാർ മേ ഹാപ്പൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് there may be no more wars. അതായത് ഒരു യുദ്ധം കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ യുദ്ധങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഉടനെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, എന്നിട്ട് പിന്നെ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അതോടെ തീർന്നിരിക്കും, അമേരിക്കയും അതോടെ തീർന്നിരിക്കും. ഇസ്രായേൽ അമേരിക്ക ബാക്കിയിട്ട് തിരിച്ചടിക്കുമല്ലോ. അപ്പൊ അവർ ബാക്കിയില്ലാത്തത് കൊണ്ട് പിന്നെ തിരിച്ചടിക്കൂല. അപ്പൊ ഇറാൻ ഇനി അങ്ങ് ഇറങ്ങി അവരെ അങ്ങ് ചെയ്തുകളെ. അന്ന് നമുക്കൊന്ന് അഭ്യാസങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഈ ചുവടൊന്ന് റെഡിയാക്കാനുള്ള സമയം കിട്ടിയില്ല. അതിന് മുന്നേ അടിച്ച് എയറിലായി കളഞ്ഞു. അപ്പൊ നിലത്തൊന്ന് കാല് കുത്തിയിട്ട് വേണ്ടേ തിരിച്ചൊരു അടി അടിക്കാൻ. അപ്പൊ അതിനൊരു സാഹചര്യം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ അടിച്ച് എയറിലാക്കി കളഞ്ഞു. ആകാശത്തിന് അടിമുഴം കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു യുദ്ധം കൂടെ ഞങ്ങൾ ചെയ്യും. ആ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ ഇവന്മാരെ അടിച്ച് ശരിയാക്കട്ടെ. ഇത് വാസ്തവത്തിൽ ഇറാനിലെ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് തങ്ങൾ വിശ്വാസം എടുക്കാൻ സാധിക്കുമോ എന്നുള്ള അവസാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങ് യുദ്ധം ചെയ്തവരെ ശരിയാക്കളയും, കിട്ടിയ അടി നിങ്ങൾ മറന്നുകളാം എന്നുള്ള മട്ടിലൊരു വർത്താനം. കൂടാതെ വേറെയും ഡയലോഗ് അടിച്ചിട്ടുണ്ട് അദ്ദേഹം. വി ആർ നോട്ട് ഇൻ എ സീസ് ഫയർ, വി ആർ ഇൻ ദ സ്റ്റേജ് ഓഫ് എ വാർ, നോ പ്രോട്ടോകോൾ, റെഗുലേഷൻ ഓർ അഗ്രിമെന്റ് ഹാസ് ബീൻ റിട്ടൺ ബിറ്റ്വീൻ us ആൻഡ് ഇസ്രായേൽ. അതായത് ഇത് സീസ് ഫയർ ഒന്നുമല്ല, യുദ്ധം നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിലാണ്. ഇവിടെ ഒരു പ്രോട്ടോകോളോ അല്ലെങ്കിൽ ഒരു റെഗുലേഷനോ ഒരു അഗ്രിമെന്റോ ഒന്നും ഇസ്രായേലോ US ആയിട്ട് ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇസ്രായേലും US അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് US വേറെ വേറെ ഇറാൻ യാതൊരു തരത്തിലുള്ള അഗ്രിമെന്റിലും എത്തിയിട്ടില്ല. ഞങ്ങൾ യുദ്ധത്തിലാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇനി തിരിച്ച് ഇസ്രായേൽ ഇപ്പൊ ഇങ്ങോട്ട് തന്ന അടി പോലെ, നമ്മളെ തോറ്റപ്പിച്ച് കൊല്ലാൻ കൊണ്ട് കിട്ടിയ അടി പോലെ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അത് നമുക്കിട്ട് കിട്ടിയ അടി പോലത്തെ അടിയൊന്നല്ല, അത് ഭയങ്കര അടിയാണ്. ആ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയും ഇസ്രായേലും തലപൊക്കുകയില്ല എന്നാണ് ഈ മഹാരഥൻ ഇപ്പം വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ തങ്ങളുടെ വലിപ്പം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്ന് കാണിക്കാൻ ഇറാൻ പ്രസിഡന്റ് ഇന്ന് അർമേനിയ സന്ദർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ദീർഘകാലത്തെ യുദ്ധം അമേരിക്കയുടെ ബ്ലോക്കിങ്ങിൽ അത് പൂർണ്ണമായിട്ടും അവസാനിച്ചു. അമേരിക്ക അവിടെ കാര്യം പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇറാന്റെ അയൽ രാജ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനൊരു പീസ് ഡീലൊക്കെ ഇറാന് ശക്തി ഉണ്ടെങ്കിൽ ഇറാന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പറ്റാതെ അങ്ങ് കിടക്കുന്ന അമേരിക്ക വന്നിട്ട് ഇവിടെ പീസ് ഉണ്ടാക്കുന്നു. അമേരിക്കയിൽ പോയിട്ട് ട്രംപിന്റെ മുൻപിൽ നിന്ന് ഇവർ രണ്ടുപേരും കൈകൊടുത്ത് സമാധാനം പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ വക്കിലൂടെ ഒരു ട്രാക്ക്, ഒരു റോഡ്, ഒരു പാസേജ് അസർബൈജാന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് അർമേനിയയിലൂടെയുള്ള ഒരു ട്രാക്ക്, അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ട്രാക്ക് നിലവിൽ വരാൻ പോകുന്നു. എഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. 99 വർഷത്തേക്ക് അമേരിക്കൻ പ്രസൻസ് ഈ ഇറാന്റെ ബോർഡറിൽ എൻഷുർ ചെയ്യുന്നതാണ് ഈ എഗ്രിമെന്റ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. അമേരിക്കയെ സംബന്ധിച്ചും യൂറോപ്പിനെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ഈ അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിൽ ഇറാന്റെ ബോർഡറിനോട് ചേർന്ന് 99 വർഷത്തേക്കുള്ള അമേരിക്കൻ മിലിറ്ററി പ്രസൻസ് എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇവിടെ എത്തിയത്. അപ്പൊ ഈ എഗ്രിമെന്റ് വന്ന ഉടനെ അർമേനിയയുമായിട്ട് അത്ര നല്ല ടേംസിലല്ല ഇറാൻ, എങ്കിൽ പോലും ഇറാൻ ഓടി അർമേനിയയിൽ എത്തുന്നു, അർമേനിയൻ പ്രസിഡന്റിനെ കാണുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവരെന്താ സംസാരിച്ചെന്ന് അറിയില്ല. തിരിച്ച് ഇറാനിൽ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ ശക്തമായ ഭാഷയിൽ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അവരെ എന്തെങ്കിലും അമേരിക്കൻ പ്രസൻസ് ഉണ്ടായാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇതിവിടെ തിരിച്ചു വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഇറാൻ ചത്തുപോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ മീഡിയയിൽ, പ്രത്യേകിച്ച് അറബ് മീഡിയയിൽ ഇവരുടെ ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തോറ്റ് കിടന്നിടത്ത് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ കിടന്നുള്ള അവസാനത്തെ പടയാണ് ഈ കാണുന്നത്. ഈ ഒരു റെജീം തകർന്നു പോയിട്ടില്ല, ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അതിനിടയിലൂടെ ഇറാനിലെ കണ്ടീഷൻസ് എക്സ്ട്രീമാണ്, വലിയ ടെമ്പറേച്ചറാണ്, വെള്ളം കിട്ടാനില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അതിനിടയിലൂടെ GPS സിസ്റ്റം കംപ്ലീറ്റ്, ഈ യുദ്ധത്തിന് ശേഷം GPS സിസ്റ്റം ഇറാനിൽ വർക്ക് ചെയ്യുന്നതേയില്ല. അപ്പൊ അത് വെസ്റ്റേൺ ഫോഴ്സസിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി തങ്ങൾ ഓഫ് ചെയ്തിട്ടതാണെന്ന് പറയുന്നുണ്ട് ഭരണകൂടം. ആൾക്കാർ പറയുന്നത് GPS സിസ്റ്റം ഒക്കെ ആക്രമണത്തിൽ തകരാറിലായിപ്പോയി, ഇവിടെ സാറ്റലൈറ്റ്സിന് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് എന്ന നിലയിലാണ് സംസാരങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറാനിൽ ഇപ്പോൾ GPS കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റഡ് ആണ്. അത് ജനജീവിതത്തെ അങ്ങേയറ്റം ദുഷ്കരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വിഷയമാണ്.